എമർജൻസി ഐസിയിലായിരുന്നു താത്ത നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഒരു കാശ്മീരിൽ ഒരു പൊളി ഇതൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഒരു പൊട്ടലും ചീറ്റലും അതിൽ ഞങ്ങൾ വേഗം അവിടെയുള്ള ആൾക്കാർ, കുറേ പേഷ്യൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരെ ഞങ്ങൾ വേഗം പുറത്തോട്ടാക്കി. അപ്പോൾ അവിടെ എമർജൻസി ഡോർ ഇല്ല, എമർജൻസി ഡോറ് അവിടെ ഇല്ല. അപ്പോൾ അത് ചെങ്ങല വെച്ച് പൂട്ടിയിരിക്കുക. എന്നിട്ട് അതൊന്ന് തുറന്നിട്ട് അതിൽ കൂടെ ഇതിവിടെ ഫസ്റ്റ് പൊട്ടലും ചീറ്റിലും ഉണ്ടായിരുന്നു. ഒരു പൊട്ടൽ വന്നു. അതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ കറണ്ട് കട്ടായി ഉണ്ടായിരുന്നു, 2 വട്ടം പോയി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഇത് വന്നത്. ഒരു 2 പൊട്ടൽ അവിടുന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര പുക ഇത് വന്നു. അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഇതായി. അങ്ങോട്ട് കുറെ ആൾക്കാർ, പേഷ്യന്റിന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അവരൊക്കെ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഡോർ കൂടെ പുറത്തേക്കാക്കി. പിന്നെ ഐസിയിലുള്ള പേഷ്യന്റിനെ പുറത്തിറക്കാൻ എമർജൻസി ഡോറുകളൊന്നുമില്ല, അതൊന്ന് ചെങ്ങലിട്ട് പൂട്ടിയിട്ട് എന്നാൽ ഞങ്ങൾ മറ്റേ ഡോറ് ചവിട്ടി പൊട്ടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കടന്നിട്ട് പേഷ്യന്റിനെ ഒക്കെ പുറത്തേക്ക് ഇറക്കിയത്. അത് ഒക്കെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ് നിങ്ങൾ തന്നെ മാറ്റിയത്, അതോ ആശുപത്രി അധികൃതർ സിസ്റ്റർമാർ ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഡോക്ടർമാർ ഇവരൊക്കെ ഉണ്ട്. സെക്യൂരിറ്റിക്കാർ ഒറ്റൊന്നിനും അവിടെ കണ്ടില്ല. അവര് ഡോറും പൂട്ടി വെച്ചിട്ട് എവിടെയാണ് അവർ ആളെ കയറ്റി വിടാനും ഇറക്കാനുള്ള ഇതേ ഉള്ളൂ തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ ഇതിലൊന്നും അവർ ഇടപെടുന്നില്ല. എന്നിട്ട് ഒരു ഡോർ ഞങ്ങൾ ചവിട്ടി പൊളിച്ചിട്ട്, ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ചവിട്ടി പൊളിച്ചിട്ടാണ് ICU പേഷ്യന്റിനെയൊക്കെ ഞങ്ങൾ അതിൽ കൂടെ ഇറക്കുന്നത്. എന്നിട്ട് അവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ ആംബുലൻസിൽ ഇങ്ങോട്ട് ഡോക്ടർമാരും പിന്നെ സിസ്റ്റർമാരൊക്കെ, ഐസിയിലുള്ള സിസ്റ്റർമാരൊക്കെ ഭയങ്കര ഇതായിരുന്നു. അവരൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ എത്തിച്ച. പക്ഷെ എന്നിട്ട് അപ്പോൾ തന്നെ വെന്റിലേറ്ററിന്റെ എടുത്തുകൊണ്ടാണ് എന്റെ സിസ്റ്റർക്ക് മരണം സംഭവിച്ചത്. അതിന്റെ ഒരു ഇതിലായിരുന്നു ഞങ്ങളിപ്പോ ഇത് വന്നുകൊണ്ടാണ് ഇവിടെ എത്തി. ഇതിലായിരുന്നു ഞങ്ങൾ അവിടുത്തെ ആൾക്കാരാണ് പിടിച്ചുണ്ടാക്കിയത്, സെക്യൂരിറ്റിമാരൊന്നും ഉണ്ടായില്ല. എന്റെ അമ്മയാണ് മരിച്ചവിടെ എത്തും. ട്രോളി വരെ നമ്മൾ പിടിച്ചിട്ട് സ്റ്റെപ്പിന് കാലത്ത് ഇറക്കാൻ വരെ ഒരു നിന്നില്ല. അതിന് ഡോറൊക്കെ കാണും. ഫസ്റ്റ് എക്സിറ്റ് ഡോറിന്റെ സൈഡ് ഒരു ഹാഫ് ചവിട്ടി പൊളിച്ചിട്ടാണ് ഡോർ ഇതാക്കിയത്. ഞങ്ങൾ അവിടെ എല്ലാം കുറെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ശരിക്കും എമർജൻസി ഇതില്ല, അവിടെ എമർജൻസി ആയി പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി അവിടെ ഇല്ല. അത് നിങ്ങൾ പോയി നോക്കി നോക്ക്. അവിടെ ഇപ്പോഴും പിന്നെ ഒരു ക്ലാസ് ഇതാക്കി ഒരു ഡോറ് തുറന്നിട്ട് ഒരു ഡോറ് അടച്ചിട്ടൊക്കെയാണ്. അതിൽ കൂടെ ഞങ്ങൾ വെന്റിലേറ്ററും വെച്ചിട്ട് ഒരു പേഷ്യന്റ് അതിൽ കൂടെ കൊണ്ടുവരാൻ പറ്റൂല. എന്നിട്ടാണ് ഞങ്ങൾ പോയി ഇപ്പുറത്ത് ചവിട്ടി പൊളിച്ച് അതിൽ കൂടെ സ്റ്റെപ്പ് എല്ലാവരും കൂടി പിടിച്ചിറക്കി കൊണ്ടുവരാണ് ചെയ്തത്. അത്രയും നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഇതായിപ്പോ. എന്റെ പെങ്ങള് മരിക്കാതെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആള് കുറച്ചു നേരം മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. എത്ര സമയമായിട്ടുണ്ടാവും? ഒരു 6-7 മണി ആ ടൈമാണ് തോന്നുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയം അറിയുന്നില്ല. ഇപ്പൊ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഈ ഇപ്പൊ മരണങ്ങളൊന്നും ഈ ഒരു അപകടം മൂലം ഉണ്ടായതല്ല എന്നാണ് അവര് പറയുന്നത്. ഞാൻ ഇപ്പൊ എന്റെ സിസ്റ്റർ എങ്ങനെയാ മരിച്ചത്? അവിടെ വെന്റിലേറ്ററിലായിരുന്നല്ലോ, ഇങ്ങോട്ട് മാറ്റിയപ്പോഴല്ലേ സംഭവിച്ചത്. വെന്റിലേറ്റർ ഇതില്ല. ഞങ്ങൾ എന്നിട്ട് ഇത് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്, ബലൂൺ വെച്ചിട്ട് ഓക്സിജൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇതിന്. അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ സംഭവിക്കൂല. ആശുപത്രി അധികൃതർ നിങ്ങളോട് സംസാരിച്ചു? ഇല്ല, സംസാരിച്ചില്ല. അതിനെ കുറിച്ചിട്ടൊന്നും സംസാരിച്ചിട്ട് ഇതാക്കിയിട്ട് ഒന്നുമില്ല. ഇല്ല, വന്നു നോക്കിയില്ല. കുറച്ചാൾ കയറിയോണ്ടാണ് ഈ ഐസിയിട്ട് ആൾക്കാരെ ഇറക്കുക. അവിടുത്തെ കുറച്ച് സിസ്റ്റർമാരും ഐസിയിട്ട് സിസ്റ്റർമാരും ഡോക്ടർമാരും നമ്മളിപ്പം പരിശ്രമിച്ചിരിക്കുന്നു കേട്ടോ. ഓരോ എടുത്ത് പറയണം. കാരണം ഓരുണ്ടായോണ്ടാണ് സെക്യൂരിറ്റിമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല.